എല്ലാ ദിവസവും ഒരേ പണി തന്നെ എടുത്തിട്ട് നിങ്ങൾക്കൊന്നും മടുക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? ഞാൻ പറയും മടുക്കുന്നില്ല എന്ന്. മടുക്കാതിരിക്കാൻ ഞാൻ എൻ്റെ അടുക്കളയിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തും. ഇപ്പോൾ കുറച്ച് കുറച്ച് ദിവസമായിട്ട് രാവിലെ എണീറ്റാൽ ഫസ്റ്റ് പണി ഈ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുക എന്നുള്ളതാണ്. കാരണം ഈ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ബേസിൻ്റെ അവിടെ കാലിയാവുമല്ലോ. അപ്പോൾ പിന്നെ ആ, ഉം, പിന്നെ ഉണ്ടാവുന്ന പാത്രങ്ങൾ കഴുകാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നും. എല്ലാ പാത്രം കൂടി അവിടെ കാണുമ്പോൾ എനിക്ക് തന്നെ ഭ്രാന്താവും. അപ്പോൾ പിന്നെ പാത്രങ്ങളൊക്കെ എടുത്ത് ഇതൊക്കെ ഇപ്പം തന്നെ എടുക്കേണ്ട പാത്രങ്ങളാണ്. എന്നാലും എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലം കാലിയായി കാണുമ്പോൾ ഒരു റിലാക്സിങ് ആണ്. അപ്പോൾ മീനൊക്കെ മുറിച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വിരുന്ന് പോകാനുള്ള ദിവസം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വിരുന്ന് പോകാനുള്ള ദിവസമാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നമ്മൾ രാവിലെ ചോറും കറിയും പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാണല്ലേ പോവുക. വിരുന്ന് പോകാണ്ട് വെച്ചിട്ട് ഭക്ഷണമൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വയ്യല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ പറയാറില്ലേ മോന് രാവിലെ ജ്യൂസാണ് കുടിക്കുകയെന്ന്. അതിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കുക കേട്ടോ. നേന്ത്രപ്പഴവും ഓട്സും കുറച്ച് നട്ട്സും പഞ്ചസാരയും പാലും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ നല്ല റിഫ്രഷിങ് ആയിട്ടുള്ളൊരു ജ്യൂസാട്ടോ കിട്ടുക. അപ്പോൾ പിന്നെ ഇന്ന് കുറച്ച് ബീഫ് റോസ്റ്റ് ആക്കാനുണ്ട്. അപ്പോൾ ബീഫ് റോസ്റ്റ് ആക്കുന്നതിന് മുന്നേ പപ്പടം പൊരിച്ചെടുക്കാം കേട്ടോ. കാരണം ഈ ഓയിൽ അല്ലെങ്കിൽ അവിടെ അങ്ങനെ കിടക്കും. ഈ പപ്പടം ലാസ്റ്റ് പൊരിച്ചാൽ പപ്പടം ഫസ്റ്റ് പൊരിച്ചിട്ട് ബാക്കി ഓയിലിൽ ഉപ്പേരിയും അതും കൂടി ആക്കിയാൽ ആ ഓയിൽ അങ്ങോട്ട് വേസ്റ്റ് ആവില്ല. അപ്പോൾ പിന്നെ തക്കാളി ഉള്ളിയൊക്കെ ഇട്ടിട്ട് വേവിച്ച ബീഫ് ഇട്ടിട്ട് പെട്ടെന്ന് റോസ്റ്റാക്കി എടുത്ത് അതിൻ്റെ ഇടയിൽ ഞാൻ ചോറൊക്കെ ഒന്ന് വാർത്തിയെടുത്തിട്ടുണ്ടായിരുന്നേ. ഒരു കഷ്ണം പഴമൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ അവൻ കഴിക്കലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതെനിക്ക് കഴിക്കാനുള്ളതായിരിക്കും മിക്കവാറും. പിന്നെ അവനുള്ള ടിഫിനും കൂടി ഒന്ന് പാക്ക് ചെയ്ത് വെച്ചാൽ കുറച്ച് എന്താ പറയുക റിലാക്സിങ് ആവും. അതായത് ആ എടിപിടിയെന്നുള്ള പണികളൊക്കെ കഴിയും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് അരിപ്പത്തിരിയാണ്. അരിപ്പത്തിരിക്കുള്ള പൊടിയൊക്കെ കുഴച്ച് വെച്ചതിൻ്റെ ശേഷം ഞാൻ 2 കേക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. കേക്ക് പിറ്റുന്നത്തേക്കുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് വിരുന്ന് പോകാനുള്ളത് കൊണ്ട് പിന്നെ രാത്രി വന്നിട്ട് കേക്ക് ബേക്കിങ്ങും സെറ്റിങ്ങും എല്ലാം കൂടി നടക്കൂല. അപ്പോൾ ഞാൻ കേക്ക് ബേക്ക് ചെയ്ത് വെച്ച് പോയാൽ രാത്രി വന്നാൽ വേഗം സെറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഒരു ചോക്ലേറ്റ് കേക്കും ഒരു വെനില കേക്കുമായിട്ട് ഉണ്ടാക്കിയത്. പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒരു കേക്ക് വേണം. അതിനുള്ള സ്പഞ്ച് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്രീം ഒന്ന് ബീറ്റ് ചെയ്യാൻ വെച്ചതാണ്. അത് ബീറ്റായി വരുമ്പോഴേക്ക് നമുക്ക് പത്തിരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. അരിപ്പത്തിരി പിന്നെ നമുക്ക് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. ഈ പത്തിരി പ്രസ്സൊക്കെ ഉള്ളതിനെ കൊണ്ട് പെട്ടെന്ന് പണി കഴിയും. ഈ പത്തിരി ചുട്ട് കഴിഞ്ഞ് പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ചാൽ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള കേക്കും കൂടി ഒന്ന് സെറ്റാക്കി എടുത്താൽ നമ്മുടെ പരിപാടിയൊക്കെ കഴിയും കേട്ടോ. ഈ പത്തിരി ചൂടാറി കഴിഞ്ഞ ശേഷം ഒന്ന് കാസറോളിലാക്കി വെക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.